ഗുജറാത്തിനെ തല്ലിച്ചതച്ചിരിക്കുകയാണ് സഞ്ജുവും റിയാൻ പരാഗും. മികച്ച രീതിയിലാണ് സഞ്ജു ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഗുജറാത്തും രാജസ്ഥാനും തമ്മിലാണ് മത്സരം നടന്നത്. രാജസ്ഥാൻ ആദ്യം മെല്ലെയാണ് കളിച്ചത്. ബട്ട്ലറും ജയ്സ്വാളും പെട്ടെന്ന് ഔട്ടായി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സഞ്ജു ഒരുക്കമല്ലായിരുന്നു. സഞ്ജുവും റിയാൻ പരാഗും ചേർന്ന് ഗുജറാത്ത് ടീമിനെ പഞ്ഞിക്കിട്ടു. വെടിക്കെട്ട് ബാറ്റിംഗാണ് സഞ്ജു ഇന്ന് കാഴ്ചവെച്ചത്. സഞ്ജു ഇപ്പോൾ 50 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുവരെ ഒരു മാച്ച് പോലും തോൽക്കാതെയാണ് രാജസ്ഥാൻ ഇന്ന് കളിക്കാനിറങ്ങിയത്. ടോസ് നഷ്ടമായിട്ട് രാജസ്ഥാൻ ആദ്യം ബാറ്റ് ചെയ്തു. ജയ്സ്വാളും ബട്ട്ലറും അടിച്ചു കളിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ രാജസ്ഥാൻ പിഴച്ചു. ജയ്സ്വാളും ബട്ട്ലറും പെട്ടെന്ന് ഔട്ടായി. ഇതോടുകൂടി രാജസ്ഥാൻ ട്രാപ്പിലായി. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സഞ്ജു ഒരുക്കമല്ലായിരുന്നു. ഇന്ന് പവർ പ്ലേ ഓവറുകളിൽ രാജസ്ഥാൻ മെല്ലെയാണ് കളിച്ചത്. വിചാരിച്ചതുപോലെ ഒരു നല്ലൊരു സ്കോർ രാജസ്ഥാനെ നേടാൻ സാധിച്ചില്ല. എന്നാൽ സഞ്ജു വൺ ഡൗണിൽ ഇറങ്ങി മികച്ച പ്രകടനമാണെന്ന് പുറത്തെടുത്തത്. സഞ്ജു രാജസ്ഥാൻ ടീമിനെ തോളിലേറ്റി. സഞ്ജുവിന് കൂട്ടായിട്ട് റിയാൻ പരാഗും മികച്ച പ്രകടനം പുറത്തെടുത്തു. ഇതോടുകൂടി ഗുജറാത്ത് ശരിക്കും നാണം കെട്ടു. മികച്ച ബാറ്റിംഗ് ആണെന്ന് സഞ്ജു പുറത്തെടുത്തത്. ഒരു ഭാഗത്ത് സഞ്ജു അടിച്ചു കളിക്കുമ്പോൾ മറുഭാഗത്ത് റിയാൻ പരാഗിന്റെ വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഗുജറാത്ത് ബൗളേഴ്സ് എങ്ങനെ എറിഞ്ഞിട്ടും രാജസ്ഥാൻ ടീമിനെ ഒതുക്കാൻ സാധിക്കുന്നില്ല. സഞ്ജു ബാറ്റ് കൊണ്ടാണ് മറുപടി കൊടുത്തത്. വിമർശകർക്ക് ഇനി ഒന്നും തന്നെ പറയാൻ സാധിക്കില്ല. സഞ്ജു ഇപ്പോൾ അടുപ്പിച്ച് രണ്ടാമത്തെ മത്സരമാണ് ഫോം ആവുന്നത്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ സഞ്ജു ഇപ്രാവശ്യം T20 വേൾഡ് കപ്പിൽ സ്ഥാനം പിടിക്കും. രാജസ്ഥാൻ മികച്ച രീതിയിലാണ് കളിക്കുന്നത്. നല്ലൊരു ടാർഗറ്റ് അവർക്കിന്ന് ലഭിക്കും. ഗുജറാത്തിൽ നിന്ന് കളി ജയിക്കാൻ സാധ്യത കുറവാണ്. അതുപോലത്തെ ബാറ്റിംഗ് ആണ് റിയാൻ പരാഗും സഞ്ജുവും ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 18 ഓവറിൽ തന്നെ രാജസ്ഥാൻ 170 റൺസ് എടുത്തിട്ടുണ്ട്. സഞ്ജുവും റിയാൻ പരാഗും ഇപ്പോൾ 50 കടന്നിട്ടുണ്ട്. അപ്പോൾ സഞ്ജുവിന്റെ ഇന്നത്തെ ബാറ്റിങ്ങിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.